പാലക്കാട്ടേക്ക് ആദ്യം മഴയുടെ കാര്യം തന്നെ എടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റു ചില പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പാലക്കാട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പൊതുവെ ജില്ലയിൽ മഴയ്ക്ക് ശമനമാണ്. സന്തോഷമുണ്ട് നമ്മളോടൊപ്പം. സന്തോഷേ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ജില്ലയിൽ പൊതുവെ മഴ കുറഞ്ഞു നിൽക്കുകയാണല്ലേ? വലിയൊരു ആശങ്ക ഉയർത്തുന്ന സാഹചര്യം പാലക്കാട് ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ഗുഡ് മോർണിംഗ് മനു. പാലക്കാട് ഇപ്പോൾ മഴ അല്പം ശമനമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 1, 2, 3 തീയതികളിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 1-ാം തീയതിയും 2-ാം തീയതിയും പെയ്തത് 77 ശരാശരി മില്ലിമീറ്റർ മഴയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഇന്നലത്തെ കണക്കനുസരിച്ച് 24 മണിക്കൂറിലെ കണക്കനുസരിച്ച് അത് ഏറെ പകുതിയായി 33 മില്ലിമീറ്റർ എന്ന നിലയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ട് എന്നതിനപ്പുറത്തേക്ക് കാര്യമായ മഴ പൊതുവേ ജില്ലയിൽ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കാര്യമായ മഴയുള്ളത് ഒറ്റപ്പാലം മേഖലകളിൽ മാത്രമാണ്. ബാക്കി മേഖലകളിലൊക്കെ മഴയ്ക്ക് ശമനമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ടൗണിലാണ്. ഇവിടെ ഇപ്പോൾ ഇപ്പം വെയിലൊക്കെ വന്നിട്ടുണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്ന് തന്നെ പറയാൻ കഴിയും. പക്ഷേ ഈ നമ്മുടെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെയുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2-3 ദിവസം അപകടം നടന്നത് മുഴുവൻ വിനോദസഞ്ചാര മേഖലകളിലാണ്. എല്ലായിടത്തും നിയന്ത്രണമുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങൾ മറികടന്ന് കൂടുതൽ പേര് എത്തുന്നുണ്ട്. പലപ്പോഴും അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം പെട്ടെന്നുണ്ടായ മഴ കാരണമൊക്കെ ചില ചെറു ചാലുകളൊക്കെ വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് മാറുന്നു. അതാണ് വിനോദസഞ്ചാരികളെ അപകടത്തിലേക്കൊക്കെ മാറ്റുന്നത്. അത്തരം പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ ഈ ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കണക്ക് പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഏകദേശം 31 വീടുകളാണ് ജില്ലയിൽ ഭാഗികമായോ പൂർണ്ണമായോ തകർന്നിരിക്കുന്നത്. മരണനിരക്ക് 3 കാരണം ഇന്നലെ ബസ് അപകടത്തിൽ മരിച്ച ഒരാളുടെ കൂടി കണക്കെടുത്താൽ മൊത്തം 3 പേർ കഴിഞ്ഞ ഈ മഴക്കാലത്തിനിടയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ പാലക്കാട് മഴ കാരണം മരണപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ളൊരു ഇന്ന് പക്ഷേ അവധിയാണ്. കാരണം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കണക്കനുസരിച്ച് ഓറഞ്ച് അലർട്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നാളെയും കൂടി മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയിട്ടായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ അവധി വേണമോ, നിയന്ത്രണങ്ങൾ എങ്ങനെ തുടരണം എന്ന കാര്യത്തിലൊക്കെ ജില്ലാ അധികൃതർ തീരുമാനമെടുക്കുക. മനു.